അതുകൊണ്ട് ആളുകൾ അവർക്ക് പറയാനുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആശാവർക്കർമാരുടെ സമരം വിട്ടുവീഴ്ചയില്ലാത്തൊരു സമരം, അത് ആളുകൾക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണ് കത്തിലൂടെ. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഒരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, സമരപ്പന്തൽ സെക്രട്ടേറിയറ്റ്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 52-ാം ദിവസം പിന്നിടുകയാണ്. ഈ സമരപ്പന്തൽ ഇപ്പോൾ ഒരു അഡ്രസ്സായി മാറിയിരിക്കുകയാണ്. ഈ സമരപ്പന്തലിലേക്ക് നിരവധി കത്തുകളാണ് വരുന്നത് എന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് നമ്മുടെ സർക്കാരിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്, അതിൻ്റെ ഒരു ഇടനിലക്കാരായ ആശാവർക്കർമാരെ ചില ജനങ്ങൾ കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഇങ്ങനെ ആദ്യമായിട്ട് കത്ത് ഇങ്ങോട്ട് വന്നത്? കുറച്ച് ദിവസമായി കത്തുകൾ വരാൻ തുടങ്ങിയിട്ട്. ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണ് കത്തിലൂടെ. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഒരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, സമരപ്പന്തൽ സെക്രട്ടേറിയറ്റ്. അത്രയും ദിവസമായില്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആളുകൾ അവർക്ക് പറയാനുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കത്തുകൾ വന്നു? ഇപ്പം 5-6 കത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി. അഡ്രസ്സായി ഞങ്ങൾക്ക് അഡ്രസ്സായി. അല്ലെങ്കിൽ നമ്മളൊരു സമര സംഘടന എന്നുള്ള നിലയിൽ അഡ്രസ്സ് സ്ഥാപിച്ചെടുത്തില്ല ഇവിടെ. കത്തിൽ എന്താണ് ചില കത്തുകൾ? ഓരോ വ്യക്തികൾ അവരുടെ ഓരോ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നു, അത്രയേ ഉള്ളൂ. പേഴ്സണൽ പരാതികളാണോ അല്ലെങ്കിൽ സർക്കാരിനോടുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നു. ഈ കത്ത് അല്ലേ? ഇതാണ് കത്ത്. കത്തിൻ്റെ ഉള്ളടക്കങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇതാണ് കത്ത്. എന്തായാലും ഈ ഒരു സമരം 52-ാം ദിവസം പിന്നിടുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു കത്ത് ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് സർക്കാരിനോട് പറയേണ്ട കാര്യങ്ങൾ അത് ഈ ഒരു ആശാവർക്കർമാരിലൂടെ നിറവേറ്റപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങളും പങ്കുവയ്ക്കുന്നത്. ഇതാണ് കത്ത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 52-ാം ദിവസം പിന്നിടുന്ന വേളയിലാണ്, അതായത് ആശാവർക്കർമാരുടെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പൊതുജനങ്ങൾ ഈ ഒരു ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് കത്തുകൾ അയച്ചു കൊണ്ടിരിക്കുന്നത്. കത്തിൽ പ്രധാനമായും പറയുന്നത് ഈ സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചിലർ പൊതുവായ അഭിപ്രായങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ, അതായത് ഗവൺമെൻറ്റിനെ അറിയിക്കുവാൻ വേണ്ടി ആശാവർക്കർമാരെ ഇത്തരത്തിലൊരു മീഡിയേറ്ററായി കാണുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ കത്തിലൂടെ മനസ്സിലാക്കാൻ. ഏകദേശം 5-ലധികം കത്തുകളാണ് വന്നിരിക്കുന്നത് എന്നതാണ് ആശാവർക്കർമാർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു സമരപ്പന്തലിന് ഒരു അഡ്രസ്സായി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വന്ന കത്തുകളാണ് ഇപ്പോൾ യസ്മിനിയുടെ പക്കൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയോട് പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ കത്തിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കത്ത് വായിച്ചു. വിവിധ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ കൂടെ അഡ്രസ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറക്കിയിരിക്കുന്ന കത്തുകളാണ്. ആവശ്യങ്ങളാണ് ആളുകളുടെ അവരുടെ തൊഴിൽപരമായ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളാണ്. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള വളരെ നല്ല കത്തുകളാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാനുള്ളൊരു മീഡിയേറ്ററായി ആശാവർക്കർമാർ മാറി. അല്ല, ആശാവർക്കർമാരുടെ സമരം വിട്ടുവീഴ്ചയില്ലാത്തൊരു സമരം, അത് ആളുകൾക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് അവരുടെ ഇതുവരെ പരിഹരിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും നിങ്ങൾ ഒരുപക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ പരിഹരിക്കുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് അയക്കുന്നത്. നിങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതെ, തീർച്ചയായിട്ടും. ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് അവരിതിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്തായാലും 52-ാം ദിവസവും ആശാവർക്കർമാരുടെ സമരം പിന്നിടുന്ന ഈ ഒരു വേളയിലാണ് ഇവർക്ക് ഈ ഒരു സമരപ്പന്തൽ അഡ്രസ്സായി മാറിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.